ലീഗ് സമസ്ത തർക്കം ഒത്തുതീർപ്പിലേക്ക്. സാദിഖ് അലി തങ്ങൾക്കെതിരായ പരസ്യ വിമർശനത്തിൽ സമസ്ത മുസ്ലിം ലീഗിന് വഴങ്ങിയിരിക്കുന്നു. ഉമർ ഫൈസിയും ഹമീദ് ഫൈസിയും ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഐക്യത്തിന് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറെന്ന് നേതാക്കൾ വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ ലീഗ് അതൃപ്തി രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ഖേദപ്രകടനം വന്നിരിക്കുന്നത്. വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി. വി എസ്, വലിയ വാർത്തയാണ്. അപ്പോൾ സമസ്ത ലീഗിന് വഴങ്ങുന്നത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ്. എന്താണ് സമസ്തയുടെ പ്രതികരണം? പ്രതി 2 ദിവസം മുമ്പ് ഹമീദ് ഫൈസി അമ്പലക്കടവും ഉമർ ഫൈസി മുക്കവും മുസ്തഫ മുണ്ടുപാറയും ഒക്കെ മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്നലെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒക്കെ അതൃപ്തി അറിയിച്ചിരുന്നു. അതായത് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ മധ്യസ്ഥതയിൽ പാണക്കാട് നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയുടെ അജണ്ട പ്രകാരം ഒരു ഖേദപ്രകടനം പരസ്യമായി നടത്തണം എന്നാവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ ഖേദപ്രകടനം നടത്താതെ മറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചുവെന്നും ഖേദം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ അത് പരസ്യമായി നടത്തണം എന്നുള്ളൊരു ആവശ്യം ഇന്നലെ പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളും നടത്തിയിരുന്നു. ആ ആവശ്യപ്രകാരം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് വാർത്താ സമ്മേളനം നടത്തിയ അതേ സംഘത്തിലെ ആളുകൾ തന്നെ ഇന്നൊരു വാർത്താക്കുറിപ്പിറക്കി മാപ്പ് പറയുന്ന രീതിയിൽ ഖേദപ്രകടനം നടത്തിയ രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഐക്യവും അതുപോലെ തന്നെ ഒരുമയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സംഘടനാപരമായിട്ടുള്ള ഐക്യത്തിനു വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ രണ്ടാമത് നടത്തുന്ന വാർത്താക്കുറിപ്പിലെ ഖേദപ്രകടനം എന്ന് പറയുന്നത് ലീഗ് സമസ്ത ഐക്യത്തിനു വേണ്ടിയുള്ളൊരു വിട്ടുവീഴ്ചയായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. ഏതായാലും ചില പ്രസംഗങ്ങൾ, ചില പ്രസ്താവനകൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രസംഗങ്ങൾ നടത്തിയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉമർ ഫൈസി മുക്കവും ഹമീദ് ഫൈസി അമ്പലക്കടവും ഉൾപ്പെടെ സത്താർ പന്തലൂരൊക്കെ ഉൾപ്പെടെയുള്ള സമസ്തയ്ക്കകത്തുള്ള ലീഗ് വിരുദ്ധർ എന്നറിയപ്പെടുന്ന സംഘം ഇപ്പോൾ വാർത്താക്കുറിപ്പിറക്കി വീണ്ടും ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. അതായത് ലീഗിന് വഴങ്ങിക്കൊടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അബൂബക്കർ മുസ്ലിയാരുടെ ആസ്ഥാനം പാണക്കാട് സാദിഖ് അലി തങ്ങൾ സന്ദർശിക്കുകയും ചെയ്തല്ലോ. അവിടെ നിന്നും ഈ വിഷയത്തിൽ ഒരു പിന്തുണ ലഭിച്ചിട്ടുണ്ടോ? സ്മൃതി, അതാണ് ഒരു ഭാഗത്ത് സമസ്തയുമായി ഉടക്കി നിൽക്കുകയും സമസ്തയുമായുള്ള നേതാക്കന്മാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരസ്യമായി പറയുകയും ചെയ്യുമ്പോഴാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ആസ്ഥാനമായിട്ടുള്ള നോളജ് സിറ്റിയിൽ സന്ദർശിക്കുകയും കാന്തപുരം ഉസ്താദിൻ്റെ മകൻ അസ്കരിയുമായിട്ട് നേരിട്ട് ഹക്കീം ഫൈസി അസ്കരിയുമായിട്ട് നേരിട്ട് സന്ദർശനം നടത്തുകയും ആ ഫോട്ടോ പുറത്തു വരികയുമൊക്കെ ചെയ്യുന്നത്. അതായത് EK വിഭാഗം സമസ്തയുമായി തർക്കവും ആ തർക്കം പരസ്യമാവുന്ന ഘട്ടത്തിൽ തന്നെ AP വിഭാഗവുമായിട്ട് അടുക്കാനുള്ള ശ്രമം ലീഗിൻ്റെ ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ സമസ്ത ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നൊരു വിഷയമാണ് CIC. ആ CICയുടെ കോഴ്സായിട്ടുള്ള വഫിയ കോഴ്സിനെ പുകഴ്ത്തിക്കൊണ്ട് ഇന്ന് ചന്ദ്രികയിൽ ലേഖനവും പാണക്കാട് തങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് സമസ്തയുടെയുമായുള്ള പ്രശ്നങ്ങൾ തുറന്നു പറയുക, അതേസമയത്ത് സമസ്തയെ ചൊടിപ്പിക്കുന്ന രീതിയിൽ AP വിഭാഗവുമായിട്ട് അടുക്കാൻ ശ്രമിക്കുക, സമസ്തയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള വഫിയ കോഴ്സുകളെ പുകഴ്ത്തുക, ഇതെല്ലാം പാണക്കാട് തങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സമസ്ത ലീഗ് തർക്കം തീരുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. സമസ്ത ഖേദപ്രകടനം നടത്തിയിരിക്കുന്നു, പരസ്യ പ്രതികരണങ്ങൾ എന്നുള്ളതാണ്. വലിയ ഒരു ഡെവലപ്മെൻ്റാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇതിന്മേലുള്ള തങ്ങളുടെ പ്രതികരണം കൂടി അറിയേണ്ടതുണ്ട്. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.